ഹലോ, അമ്മ ഇരുന്ന് എന്താണ് ഈ മുരിങ്ങയിലക്കകത്തുനിന്ന് നുള്ളി പറക്കുന്നതെന്ന് ഓർക്കുന്നുണ്ടാവും. ഞാൻ മുരിങ്ങയിലയും പൂവൊക്കെ കൂടെ ആയിട്ട് ധാരാളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പൂ തന്നെയായിട്ട് തോരൻ വയ്ക്കുമ്പം കുറച്ചേറെ ഇല്ലെങ്കിൽ പറ്റില്ല. പക്ഷേ ഇവിടെ എനിക്ക് ആവശ്യത്തിലേറെ മുരിങ്ങപ്പൂ ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി പൂക്കുന്ന മുരിങ്ങയാണ്, അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കുറേ മുരിങ്ങപ്പൂ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം വളരെ എളുപ്പമാണ്, പക്ഷെ നല്ല ടേസ്റ്റുമാണ്. ഇത് തോരൻ വെച്ച് കഴിഞ്ഞാൽ എന്നാ ടേസ്റ്റാന്ന് കൂട്ടിയിട്ടുള്ളവർക്കറിയാം. ഇത് തന്നെ തോരൻ വയ്ക്കാൻ അല്ലെങ്കിൽ മുട്ട ഇട്ടിട്ടും ചക്കക്കുരു ഇട്ടും ഒക്കെ നമുക്ക് തോരൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മുറി തേങ്ങ, ഒരു 7 ഉള്ളി, കാന്താരി മുളക്, മഞ്ഞൾപ്പൊടി, ഇത്രയും മതി. ഇതെല്ലാം കൂടെ നമ്മളൊന്ന് ഒതുക്കിയെടുക്കണം. ഒതുക്കിയെടുത്ത് അപ്പം തേങ്ങയൊക്കെ ഈ പൂവിനനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പം മിക്സിയുടെ ജാറിലേക്കിട്ട് അമ്മ അത് ഒതുക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ ദിയക്കുട്ടി അതെന്നാ ചെയ്യുന്നതെന്നൊക്കെ നോക്കിപ്പോയി ഇരിക്കുകയാണ്. ഒതുക്കിയെടുത്ത തേങ്ങ എന്താ ചെയ്യുക, നമ്മൾ അതെല്ലാം കൂടെ പൂവിനകത്തോട്ട് നേരെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ചിരണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു, കാരണം മുരിങ്ങയിലയും കൂടെ ഉണ്ടായിരുന്നു. അതുകൂടെ തോരൻ വയ്ക്കാൻ വേണ്ടി ഉള്ള തേങ്ങ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ട് തിരുമ്മി പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം. അപ്പോൾ തേങ്ങ പാകത്തിനൊക്കെ ചേർത്ത് തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വേറെ പ്രത്യേകിച്ച് കൂടുതലൊന്നും ചെയ്യാനില്ല. നേരെ എന്താ പറയുക, പാൻ ചൂടാവാനായിട്ട് വെക്കണം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നമ്മുടെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇവിടെ കടുകല്ല നമ്മൾ പൊട്ടിക്കുന്ന, ഉഴുന്നാണ് കേട്ടോ. ഉഴുന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉഴുന്നിൻ്റെ കൂടെ വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. നമ്മൾ സാധാരണ കടുക് പൊട്ടിക്കുന്ന പോലെ ഉഴുന്ന് പൊട്ടിക്കുന്നു, വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ കറിവേപ്പില ചേർക്കാം. പൂവായതുകൊണ്ട് കറിവേപ്പില ചേർക്കാം. ഏതിൻ്റെ കൂടെ കറിവേപ്പില ചേർത്താലും ടേസ്റ്റും ഗുണമൊക്കെയാണല്ലേ. അതിനുശേഷം നമ്മൾ അരപ്പ ഇങ്ങനെ ഒതുക്കി ചേർത്ത് തിരുമ്മി വെച്ചിട്ടുള്ള മുരിങ്ങപ്പൂവ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അതിനകത്തോട്ട്. അതിനുശേഷം വെള്ളം ഒന്നും തൊടണ്ട. ഇതിനെ നന്നായിട്ട് കുറച്ച് നേരം, ഫ്ലെയിം തീരെ കുറയ്ക്കൊന്നും ആവശ്യമില്ല, നമ്മൾ കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി മറിച്ച് അതിനൊന്ന് ആവി കയറുന്ന പോലെ ആക്കി എടുക്കുകയാണ്. അടച്ചു വെച്ച് അങ്ങനെ അധികം നേരം ഇതാക്കേണ്ടതില്ല. ആദ്യമേ തന്നെ നമ്മൾ ഇതിനെല്ലാം കൂടെ ഒന്ന് കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ തന്നെ അത് വെന്ത പോലെയാവും. ഇങ്ങനെ അമ്മ ഇപ്പം ചെയ്യുന്നത് പോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് നന്നായിട്ട് വാടിയെന്ന് തോന്നുമ്പോഴേക്കും നമ്മൾ അതിനെ ഒന്ന് അതേപോലെ തന്നെ അവിടെ വെച്ച് കൊടുക്കും. അടച്ച് വെച്ചൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ വെക്കുക. അപ്പം അത് ഒന്ന് നന്നായിട്ട് ഒലന്ന് കിട്ടും. കാരണം വെച്ചാൽ ഇതിനകത്തുള്ള വെള്ളമയമൊക്കെ പൂവല്ലേ, അപ്പോൾ പെട്ടെന്ന് വാടും. ആ കൂടെ അതിൻ്റെ വെള്ളമയമൊക്കെ നന്നായിട്ടൊന്ന് തോർന്ന് കിട്ടിയാൽ മാത്രം ആണ് നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. തോർന്നില്ലെങ്കിൽ പോലും ടേസ്റ്റാണ്. അപ്പം ആ വെള്ളമയമൊക്കെ പോയി നന്നായിട്ട് തോർന്നൊന്ന് വലിഞ്ഞ് കിട്ടുമ്പം നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം പൂവ് ഇപ്പം മുരിങ്ങപ്പൂവിൻ്റെ സീസണാണ്. അധികം ഇല്ലെങ്കിലും കുറച്ചെങ്കിലുമൊക്കെ കൊഴിഞ്ഞ് വീണ് കിട്ടും അല്ലേ. അപ്പോൾ അങ്ങനെ കൊഴിഞ്ഞ് വീണ് കിട്ടുന്നതിൻ്റെ കൂടെ 2 മുട്ട എടുത്തിട്ട് ചിക്കിയോ അതല്ലെങ്കിൽ ചക്കക്കുരുവൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്, ചക്കക്കുരു ഇട്ടോ ഒക്കെ ആയിട്ട് തോരൻ വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള മുരിങ്ങപ്പൂവിൻ്റെ തോരൻ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അങ്ങ് ചെയ്ത് നോക്കുക. ഇഷ്ടമാവുമെന്നല്ല, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ടേസ്റ്റാണ്. ഇതായപ്പം വീണ്ടും അമ്മ അതിനെ കുറച്ചുകൂടെ നേരം അതൊന്നും ആയതാണ്, പക്ഷേ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കിട്ടാൻ വേണ്ടി തോർത്ത് ഇങ്ങനെ വളർത്തിയെടുക്കുകയാണ്. ഇതായിപ്പോൾ നോക്കൂ, ഇപ്പോഴത് നല്ല കാണാനുള്ള ഭംഗി, കഴിക്കാനും ഉണ്ട്. അപ്പോൾ മുരിങ്ങപ്പൂ എവിടെയെങ്കിലുമൊക്കെ വീണ് കിടക്കുന്ന കണ്ടാൽ തീർച്ചയായിട്ടും അതിനെ വിട്ട് കളയരുത്. ഒരുപാട് ഗുണങ്ങളും അതുപോലെ ടേസ്റ്റുമുള്ള മുരിങ്ങപ്പൂ തോരൻ ഇവിടെ റെഡിയാണ്. ദിയക്കുട്ടി പോയി നോക്കി നിൽക്കുകയാണ് ഇതെങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി പോയി നോക്കി നിൽക്കുകയാണ് കക്ഷി. അവൻ കൊടുത്ത് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വെറുതെ ചോറിൻ്റെ കൂടെയൊക്കെ കൊടുത്താലാണ് അവൾ ഇങ്ങനത്തെയൊക്കെ കഴിക്കുക. അപ്പോൾ താങ്ക് യു.